അടുത്ത ടോപ്പിക്ക് ബീംസ് ആണ്. ബീംസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നമുക്ക് ശരിക്കുള്ള ബീംസിൻ്റെ ചെറിയൊരു കുറച്ച് ഭാഗങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ചോദിക്കാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1-2 ക്വസ്റ്റ്യൻ പേരും ചോദിക്കാറുണ്ട്. ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ടൈപ്സ് ഓഫ് ബീം, അതേപോലെ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പറാണ്. അത് മുകളിൽ വരുന്ന ലോഡ്, ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ, ബീമിൻ്റെ മുകളിൽ എന്തെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ ആ ലോഡ് എടുത്തിട്ട് അത് സൈഡിലേക്കുള്ള പില്ലറിലേക്കോ വാളിലേക്കോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ബീം ഉപയോഗിക്കുക. നമ്മൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബീം, ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള മെമ്പർ സ്ലാബിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഒരു ബീം കണ്ടിട്ടുണ്ടാവും. ആ ബീം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുകളിൽ വരുന്ന സ്ലാബിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ, ഫസ്റ്റ് ഫ്ലോറിൻ്റെയോ സെക്കൻഡ് ഫ്ലോറിൻ്റെയോ ലോഡ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ലോഡ് ഈ ബീം എടുക്കും. എന്നിട്ട് സൈഡിലുള്ള വാളിലേക്കും അല്ലെങ്കിൽ പില്ലറിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിനാണ് മെയിനായിട്ട് നമ്മൾ ബീം ഉപയോഗിക്കുക. ഈ ഒരു ബീമിൻ്റെ രണ്ട് എൻഡിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പൊതുവേ അതിന് സിംപ്ലി സപ്പോർട്ടർ ബീം എന്നാണ് പറയുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ടൈപ്പ് ബീമും കൂടി എക്സ്ട്രാ ചോദിക്കാറുണ്ട്. അതാണ് കാൻഡിലിവർ ബീം. കാൻഡിലിവർ ബീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു ഭാഗത്ത് മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഒരു എൻഡ് ഫ്രീ ആയിരിക്കും, ഇവിടെ സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എവിടെ ലോഡ് വന്നു കഴിഞ്ഞാലും ആ ലോഡ് ഈ ബീം എന്ത് ചെയ്യും, ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ ഭാഗത്തുള്ള വാൾ ഇവിടെ മാത്രമാണല്ലോ ഉള്ളത്, ആ വാളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് സിംപ്ലി സപ്പോർട്ടർ ബീമും കാൻഡിലിവർ ബീമും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഒരു എൻഡിൽ മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ, ഇത് രണ്ട് എൻഡിലും സപ്പോർട്ട് ഉണ്ടാവും. പൊതുവേ ക്വസ്റ്റ്യൻ പേപ്പറിൽ സിംപ്ലി സപ്പോർട്ടർ ബീമാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. നമുക്ക് ബേസിക്കായിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. ഇനി ലോഡ്സ് ഇൻ ബീം നോക്കുക. ബീമിൽ വരുന്ന ലോഡ്, ബീമിൽ ലോഡ് മൂന്ന് ടൈപ്പാണ് പൊതുവേ ഉള്ളത്. അതിൽ 2 ടൈപ്പ് മാത്രമേ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറുള്ളൂ. ഒന്ന് പോയിൻ്റ് ലോഡ്, രണ്ടാമത്തെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. പോയിൻ്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീമിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡാണെങ്കിൽ, ഒരു പോയിന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്ന ലോഡാണെങ്കിൽ അതിന് പോയിന്റ് ലോഡ് എന്നാണ് പറയാം. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് 2 മീറ്റർ നീങ്ങിയിട്ടുള്ള പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്, അല്ല ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന ലോഡിനാണ് പോയിന്റ് ലോഡ് എന്ന് പറയാം. അതിന് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്നും പറയാറുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ലോഡിന് പോയിന്റ് ലോഡ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ഇതിപ്പോൾ സെൻറ്ററിൽ ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ ആക്ട് ചെയ്യാം, എൻഡിൽ ആക്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും ആക്ട് ചെയ്യാം. അപ്പോൾ പോയിന്റ് ലോഡിൻ്റെ പ്രത്യേകത, ഒരു ബീം തന്നിട്ടുണ്ടെങ്കിൽ ബീമിനെ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക, 2 എൻഡിലും താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് 2 പില്ലർ ഉണ്ടാവും. ആ പില്ലറിന് എന്താ ചെയ്യുക, മുകളിൽ വരുന്ന ബീമിനെ അടിയിൽ നിന്ന് ഇങ്ങനെ താങ്ങി നിർത്തും. അതുകൊണ്ട് അവിടുത്തെ 2 ഏരോ മുകളിലേക്ക് വരച്ചത്. അപ്പോൾ ബീമിൽ വരുന്ന റിയാക്ഷൻ എപ്പോഴും പില്ലർ എന്താ ചെയ്യുക, ആ ബീമിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ താങ്ങി നിർത്തും. അപ്പോൾ അടിയിലുള്ള 2 പില്ലർ അല്ലെങ്കിൽ 2 വാൾ എന്ത് ചെയ്യും, മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കുകയല്ലേ ചെയ്യുക. ബീമിൻ്റെ ലോഡ് അടിയിലേക്ക് വരുന്നതിന് മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടത്തെയും ഏരോ മുകളിലേക്ക് വരച്ചേക്കുന്നത്. അപ്പോൾ പോയിന്റ് ലോഡിൻ്റെ കാര്യം നമുക്കറിയണമെങ്കിൽ ഒന്ന് ലോഡ് എവിടെ ആക്ട് ചെയ്യണമെന്ന് അറിയണം. ലോഡ് എവിടെ ആക്ട് ചെയ്യുന്നു അറിയണം. കാര്യം ലോഡ് എക്സാക്ട് സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പില്ലറിലേക്കുള്ള ലോഡ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിരിക്കും. ഇവിടെ 100 കിലോന്യൂട്ടൺ ലോഡ് സെൻറ്ററിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 50 കിലോന്യൂട്ടൺ എടുക്കും, ഇവിടെ 50 കിലോന്യൂട്ടൺ എടുക്കും. നേരെ മറിച്ച് ആ ലോഡ് ഈ ഒരു എൻഡ് റൈറ്റ് എൻഡിലാണ് വന്ന് ആക്ട് ചെയ്യണമെങ്കിൽ ഈ പില്ലറായിരിക്കും കൂടുതൽ താങ്ങി നിർത്തേണ്ടി വരിക. കൂടുതൽ ലോഡ് ഇവിടേക്കായിരിക്കും വരിക. ഒരു പക്ഷേ ഇവിടെ 100 കിലോന്യൂട്ടൺ ലോഡാണ് ഇവിടുത്തെ പോയിന്റ് ലോഡിൽ വരുന്നതെങ്കിൽ 80 കിലോന്യൂട്ടൻ്റെ അടുത്ത് ലോഡ് ആര് താങ്ങി നിർത്തേണ്ടി വരും, ഇവിടുത്തെ പില്ലർ താങ്ങി എടുത്തേണ്ടി വരും. ഇവിടെ ചിലപ്പോൾ 10 കിലോന്യൂട്ടനോ അല്ലെങ്കിൽ 20 കിലോന്യൂട്ടൻ്റെ അടുത്തൊക്കെ താങ്ങി നിർത്തേണ്ടി വരുള്ളൂ. അപ്പോൾ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലോഡ് എവിടെയാണോ ആ ബീമിൽ ആക്ട് ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാവണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഫിഗർ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ സെൻറ്റൻസ് പോലെ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഫിഗർ കണ്ടിട്ടോ നമ്മൾ ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് കറക്റ്റാക്കി മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ലോഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പോയിന്റ് ലോഡിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ഇത് ഒരു ലെങ്ത്തിനാണ് ആക്ട് ചെയ്യുക. മറ്റേതൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നതിന് പകരം ഇതൊരു ലെങ്ത്തിനാണ് ആക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ കാൽക്കുലേറ്റർ ഞാൻ ഈ ഒരു
പോയിന്റിലാണ് ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വേണ്ട കാൽക്കുലേറ്റർ വേണ്ട, പെൻ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കാം. സ്കെച്ച് പെൻ, ഈ പെന്നിൻ്റെ ലോഡ് എക്സാക്ട്ലി ഒരു നിബിൻ്റെ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? ഈ ടേബിളിൽ നിബിൻ്റെ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. നേരെ മറിച്ച് ഈ സ്കെച്ച് പെൻ ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ലോഡ് എങ്ങനെയായിരിക്കും ടേബിളിലേക്ക് പോവുക? ഈ സ്കെച്ച് പെൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് ഫുള്ള് എന്ത് ചെയ്യുന്നുണ്ട്, ആ ലോഡ് കിടക്കുന്നുണ്ട് ഈ ടേബിളിൽ. മറ്റേതൊരു പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക, ഇതെന്താ ഉണ്ടാവുന്നത്, ത്രൂ ഔട്ട് ലെങ്ത്തിൽ കിടക്കുന്നുണ്ടാവും. സ്കെച്ച് പെൻ്റെ സൈസ് സെയിം ആണെങ്കിൽ ആ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, യൂണിഫോംലി ആയിരിക്കും. അതുകൊണ്ടാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. അത് എങ്ങനെ നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ പൊതുവേ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൊട്ടേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. ലോഡിൻ്റെ വാല്യൂ, ഇവിടെ ലോഡിൻ്റെ വാല്യൂ എഫ് ആണെങ്കിൽ ഇവിടെയും ലോഡിൻ്റെ വാല്യൂ എഫ് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ഫോഴ്സിൻ്റെ വാല്യൂ, ലോഡിൻ്റെ വാല്യൂ കിലോ ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ ലോഡിൻ്റെ വാല്യൂ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുണ്ടാവും. അതായത് എത്രയും മീറ്റർ ലെങ്ത്തിനാണ് ആ ലോഡ് കിടക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെർ മീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെർ മീറ്റർ എന്ന ലോഡ് കാണുകയാണെങ്കിൽ അത് യു ഡി എൽ ആണെന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ ഈ ഒരു യു ഡി എൽ ഞാൻ വരച്ചു. ഈ ഒരു യു ഡി എൽ നോക്കിയേ, ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നില്ലേ? ഇവിടെ ലെങ്ത്ത് കൂടുതലാണ്, ഇവിടെ ലെങ്ത്ത് കുറവാണ്. ഇപ്പോൾ യു ഡി എൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ യു ഡി എൽ ആക്ട് ചെയ്യുന്നതല്ല അറിയണം, അതും അറിയണം. ഇവിടെ പറഞ്ഞ പോലെ എവിടെയാണോ ലോഡ് ആക്ട് ചെയ്യണമെന്ന പോയിൻറ്റും അറിയണം. അതേപോലെ ഈ യു ഡി എല്ലിലെ ലെങ്ത്തും നമ്മൾ അറിയണം. ക്ലിയർ ആയ? യു ഡി എല്ലിൻ്റെ ലെങ്ത്തും നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. യു ഡി എൽ എത്ര ഡിസ്റ്റൻസ് നീങ്ങിയിട്ടാണോ ആക്ട് ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ യു ഡി എല്ലിന് 2 ഡിസ്റ്റൻസ് ഉണ്ട്. ഒന്ന് യു ഡി എല്ലിലെ ലെങ്ത്ത്, അതേപോലെ യു ഡി എൽ എത്ര ഡിസ്റ്റൻസ് നീങ്ങിയിട്ടാണോ ആക്ട് ചെയ്യണമെന്നും കൂടിയും നമുക്കറിയണം. ഈ 2 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി യു ഡി എല്ലിൻ്റെ ടേബിൾ വരയ്ക്കാം. ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്, മെക്കാനിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് എടുക്കണമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഐയുടെയും എമ്മിൻ്റെയും മൊമെൻറ്റും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിലൊരു കണ്ടീഷൻ എന്താണെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് എൻഡിൽ നിന്ന്, ഈ ഒരു എൻഡിൽ നിന്നായിരിക്കണം എന്തെടുക്കാൻ വേണ്ടിയിട്ട്, മൊമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒന്ന്, ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞ പോലെ ഇത് പോയിൻ്റ് ലോഡാണ്, പോയിൻ്റ് ലോഡ്. രണ്ടാമത് യു ഡി എൽ ലോഡാണ്. പോയിൻ്റ് ലോഡിന് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ലോഡിൻ്റെ വാല്യൂ എഫ് ആണ്. ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് D1 ആണെങ്കിൽ, ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് D1 ആണെങ്കിൽ എഫ് ഐയുടെ വാല്യൂ എപ്പോഴും എഫും മൊമെൻ്റെ വാല്യൂ എഫ് ഇൻറ്റു D1, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. നേരെ മറിച്ച് യു ഡി എൽ ആണെങ്കിൽ എഫ് ഉണ്ടാവും, ലോഡ് ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ടാവണം, ലോഡ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസും തന്നിട്ടുണ്ടാവണം. ഇപ്പോൾ ലോഡ് തന്നിട്ടുണ്ട്, ലോഡിൻ്റെ ഡിസ്റ്റൻസ് D2 തന്നിട്ടുണ്ട്, ലോഡിൻ്റെ എൻഡ് തൊട്ടിട്ട് ലോഡിൻ്റെ സെൻറ്റർ വരെ ഡിസ്റ്റൻസും തരണം. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് കേസ് ഫോഴ്സ് തന്നെ ഇവിടെ, പക്ഷേ എന്തും കൂടി ഉണ്ട്, യു ഡി എല്ലിൻ്റെ ലെങ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അത് തന്നെ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് തന്നെ, പക്ഷേ എന്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, യു ഡി എല്ലിൻ്റെ ഡിസ്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എഫ് ഐയുടെ കേസിൽ. ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഉണ്ടാവും, മൊമെൻ്റ് ആയതുകൊണ്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെയും ഫോഴ്സ്, ഇവിടെ യു ഡി എൽ ആയതുകൊണ്ട് ഫോഴ്സ് മാത്രം എഴുതാൻ പറ്റില്ല, ഫോഴ്സ് ഇൻറ്റു യു ഡി എല്ലിൻ്റെ ലെങ്ത്തും കൂടി നമ്മളിവിടെ കൊടുക്കണം. ഇവിടെ അതെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് പൊതുവേ മൊമെൻ്റ് ഉള്ളത്, പക്ഷേ ഒരു കാര്യം കൂടി എക്സ്ട്രാ വേണം, എന്ത്, യു ഡി എല്ലിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഈ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് എഫ് ഇൻറ്റു D1, ഇവിടെ എഫ് ഉണ്ട്, എഫ് ഇൻറ്റു D1 ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു ടേം കൂടി എക്സ്ട്രാ വരും, എന്താ, D2. വേറെ എല്ലാം സെയിം, എഫ് ഇൻറ്റു D1, എഫ് ഇൻറ്റു D1 ഇൻറ്റു D2. അപ്പോൾ D2 എന്ന് പറയുന്നത് എന്താ, ഈ യു ഡി എല്ലിൻ്റെ ലെങ്ത്ത്, ആ ലെങ്ത്തും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണം. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതാണ് ടേബിൾ. ഇത് ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും.